സിവിൽ സർവീസിലേക്ക് വന്നതിൽ എപ്പോഴും ഞാൻ എന്റെ കരിയർ ചോയ്സിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല. കാര്യം പച്ചകളൊക്കെ പലതുകൊണ്ട് ഇപ്പൊ വിദേശത്ത് പോയിരുന്നെങ്കിൽ ബയോടെക്നോളജി കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പിന്നീട് എന്റെ മാസ്റ്റേഴ്സ് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെയ്തപ്പോഴും അവിടെ PhD ചെയ്യാനുള്ള സൗകര്യം തരാം, ഫെലോഷിപ്പ് തരാം എന്നെല്ലാം പറഞ്ഞ് എന്റെ പ്രൊഫസർ വളരെയധികം എൻകറേജ് ചെയ്തതാണ്. ഞാൻ വിചാരിക്കുന്നത് സിവിൽ സർവീസിലെ ആ വേരിയഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചാലഞ്ച് ഞാൻ ഇതിന്റെ ഗുണവശത്തേക്ക് നോക്കും. ഇപ്പൊ മാധ്യമമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ ഓടിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതൊക്കെ ശരി തന്നെ. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇപ്പൊ നമ്മളൊരു വാഹനം ഓടിച്ചോണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇന്നലെ എൻജോയ് ചെയ്യാണ്. എനിക്കതിലൊരു പഠിത്തമൊന്നുമില്ല. അത് അതിന്റെ ആ ചാലഞ്ചിന്റെ പാർട്ടാണത്. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഞാൻ അഖില ഓൾ ഇന്ത്യ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 കൊല്ലം ഫാക്കൽറ്റി ആയിരുന്നു. ഞാനൊരു ഇമ്പാക്ട് ഉണ്ടാക്കി ഞാൻ വിചാരിക്കുന്നു. 4 വർഷത്തോളം ജലനിധിയുടെ രണ്ടാമത്തെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു. ജലനിധി അതിന്റെ ഫേറ്റ് എങ്ങനെയായോ അത് പോട്ടെ. ജലനിധി അന്ന് ലോകബാങ്കിന്റെ സിഗ്നൽ പ്രോജക്റ്റ് ആയിരുന്നു ഇന്ത്യയിലെ. കൃഷിയിൽ ഇപ്പൊ 10 കൊല്ലത്തിൽ കൂടുതൽ സേവനം അനുഷ്ഠിച്ചു. കഴിഞ്ഞ 5 വർഷത്തിൽ കൃഷിയിൽ കേരളം നേടിയ നേട്ടങ്ങൾ എന്തെങ്കിലും അതുകൂടെ കാണട്ടെ. ഈ കേരളത്തിൽ ഒരു ജോയിന്റ് സെക്ടർ കമ്പനി വാല്യൂ അഡീഷനിൽ കടലാസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൂർണ്ണമായിട്ട് ഫോം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ചില ഇനീഷ്യൽ പിച്ചസ് എല്ലാം ഉണ്ട്. പക്ഷെ അത് കടലാസിന് ഉപയോഗപ്പെടുന്ന സംഗതി ഞാൻ അത് 2 ദിവസം കൊണ്ട് എന്റെ ഓഫീസിൽ ഇരുന്നാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഡോക്യുമെന്റേഷൻ മുഴുവൻ സെൽഫ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഇതാരെങ്കിലും എഴുതാനിപ്പിച്ചാൽ അത് വരില്ല. കാരണം ഒരു കമ്പനി ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള കൈ പോലെ അറിയാം. ഒരു 10 കമ്പനിയിൽ ഗവൺമെന്റ് ഞാൻ ഫോം ചെയ്തു. ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട്സ് മുഴുവൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഞാൻ 2 സ്റ്റെനോഗ്രാഫേഴ്സ് വന്ന് 2 കമ്പ്യൂട്ടറിന് മുമ്പ് ചെയ്തായിരിക്കും. ഒരു വശത്തൂടെ MOA മറുവശത്തൂടെ AOA. അപ്പൊ ഇതിനകത്തൊരു മെനക്കെടുണ്ട്. ആ മെനക്കെടും അതിന്റെ ചാലഞ്ചിങ് ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. ലോകബാങ്ക് പദ്ധതി എവിടെ? ലോകബാങ്ക് പദ്ധതി കേരളത്തിൽ വരുമെന്ന് ഇങ്ങനെ പ്രസ്താവിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ 2022 ഓഗസ്റ്റിൽ കൃഷി വകുപ്പിൽ ചെല്ലുമ്പോൾ ലോകബാങ്ക് പദ്ധതിയുടെ അവസ്ഥ എന്താണ് സാർ? 2 ഡിസ്കഷൻ നടത്തി. ബുധനാഴ്ച മിനിറ്റ്സ് എവിടെ? മിനിറ്റ്സ് ഒരിക്കലും അപ്രൂവ് ചെയ്യപ്പെട്ടു. അംഗീകരിക്കപ്പെടാത്ത 2 മിനിറ്റ്സിലാണ് ഇന്ന് 2400 കോടി രൂപ ആണെങ്കിൽ കേരളത്തിൽ ലഭിച്ച കേരളം പദ്ധതി 7-8 മാസം കൊണ്ട് ഞങ്ങൾ പിന്നെ പ്രവൃത്തി പദ്ധതി ഫിനാൻസ് പോയത്. അപ്പൊ ഇത് 2 അങ്ങനെ. കുട്ടനാട് പദ്ധതി എത്ര എഫർട്ട് എടുത്തു. ഞാൻ 2022 മുതൽ 2025 ഒടുവിലാണ് അവസാന നിർവഹണ സിസ്റ്റം അപ്രൂവ് ചെയ്ത് കിട്ടിയത്. അത് മേജർ ഫെയിലിയർ ആണ്. കുട്ടനാട് കിട്ടാൻ ഫോളോ പ്രോജക്റ്റ് ഈ ഗവൺമെന്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് താല്പര്യം എടുത്തുകൂടാ? കുറഞ്ഞ 3000 കോടിയെങ്കിലും ഫിനാൻസ് കേരളത്തിൽ കിട്ടിയത് പാടിയുന്നില്ല. നമുക്ക് അംഗീകരിച്ച് മനസ്സിലായി മറികടന്ന് പോകാനായിട്ട് സാധിച്ചില്ല. ഇവിടെ റൈസ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിമാര് പുതുക്കക്കാരായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സമയമുണ്ട്. എനിക്ക് തോന്നിയത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഒക്കെ പുതുക്കക്കാരായിരുന്നു. അവർക്ക് എല്ലാത്തിനും സംശയമാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ഇടതുപക്ഷ യൂണിയനിലെ അംഗങ്ങളാണ് പല മന്ത്രിമാരുടെ സ്റ്റാഫിലുണ്ട്. പലരും വളരെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തവരാണ്. ഈ മുരട്ടി യൂണിയൻ സ്വഭാവം പകലെന്നില്ലാതെ ആളുകളുമായിട്ട് വഴക്കടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉന്മാദം. അതാണ്. അപ്പൊ ഈ താഴേക്കിടയിലുള്ള വകുപ്പിലെ ജീവനക്കാർ ആരൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും, മാനവികമായ ഇഷ്യൂസ് കാണും, ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആളുകളുടെ പിന്നാലെ ഉണ്ടാകുന്നു. ഈ ചേസ് പീപ്പിൾ എന്നുള്ളത് പ്രത്യേകിച്ച് മറു യൂണിയൻ ഭരിക്കുന്ന യൂണിയന്റെ അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു ചെയ്യും. ആരും മെച്ചക്കാരൊന്നുമല്ല. പക്ഷെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇതിന്റെ ഇടയിൽ കൂടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു. പല മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഞാൻ പറഞ്ഞു കേട്ടത് സന്ദർശകരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ വന്ന ആൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അങ്ങനെ എനിക്ക് 100 കണക്കിന് കേസുകൾ പറയാൻ പറ്റും. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യമില്ലാത്ത ഉദ്യോഗസ്ഥരുടെ മീതെ ചാടി വീഴുക, ഒരു കഥയും ഇല്ലാത്ത ചുമ്മാ വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക, അവര് കോടതികളിൽ പോവുക, സ്റ്റേ വാങ്ങിക്കുക. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പൊ കൃഷി അല്ലെങ്കിൽ വ്യവസായം പോലെയൊക്കെയുള്ള ഒരു വകുപ്പിൽ ഒരുപാട് ജീവനക്കാരാണ്. കൃഷിയിൽ 6000 ജീവനക്കാരുണ്ട്. അപ്പൊ ഇവർ ഇതിനകത്ത് ഒരു 500 പേർക്കെതിരെ വകുപ്പ് ഒരു കഥയില്ലാത്ത നടപടികളും സ്റ്റേയും കുറച്ചുകൂടെ നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ രാവിലെ APC ഫയൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ 30% ഫയലുകൾ ആളുകളെ ദ്രോഹിക്കാനുള്ള ഫയലാണ്. ഈ സംസ്ഥാനത്തുള്ള 30% കൃഷി ഓഫീസർമാർക്കെതിരെ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ജനറൽ മാർഗത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ അഡീഷണൽ ഡയറക്ടർമാരുടെ ഇത് എങ്ങനെയെങ്കിലും തോലഞ്ഞിരിക്കുന്ന പെൻഷനായ മതിയെന്ന് വെച്ചിട്ടാണ് ഓഫീസിലോട്ട് വരിക. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ്. പിന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാറുണ്ട്, നമ്മളെ കേന്ദ്രവും പിടിക്കും. അപ്പൊ ഈ രീതിയിൽ ഒരു വിഷ്യസ് സൈക്കിളായിട്ട് നിന്ന് പോകുന്നു. ഇതിനകത്ത് ഒരു ലോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ മിനിസ്റ്റർ. ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാനൊരു വ്യക്തിയെ എടുത്ത് പറയില്ല. ഇത്തവണ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? അതായത് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ പല പ്രോജക്റ്റുകളും നഷ്ടപ്പെട്ടു പോകുക, പലതിലും പ്രോപ്പറായ രീതിയിൽ പോകാതിരിക്കുക,
ഈ അനാവശ്യമായിട്ടുള്ള പോലീസും ഈ ഷോക്കോസ് പോലീസും എസ്കലേറ്റ് ചെയ്യുക. ഇതിനൊക്കെ എന്താ സൊല്യൂഷൻ? ഇതിന് ഒരു ടോൺ സെറ്റ് ചെയ്യാൻ ചീഫ് മിനിസ്റ്റർ ആണ് ചെയ്യുന്നത്. ഈ ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ് ആൻഡ് ദെയർ സ്റ്റാഫ് ആൻഡ് ദ പ്രിൻസിപ്പൽ ഓഫീസേഴ്സ്, സെക്രട്ടറീസ്, എച്ച്ഒഡീസ്, അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ആവശ്യമുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് മനുഷ്യരെ അത് വളരെ പ്രധാന. ഈ നിർവഹണം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചെറിയ ഉദാഹരണമാണ് കൃഷി വകുപ്പിൽ എന്തോ ഒരു ഉപകരണമാണ്, ഏതോ ഒരു ബ്ലോക്ക് ലെവൽ ഓഫീസർ. അത് ഒരു ഓഫീസർ റിട്ടയർ ആയി 3-4 മാസം അവിടെ ആരെയും നിയമിക്കാതെ കിടന്നു. രണ്ടാമത്തെ ആൾ ഈ ഉപകരണത്തെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ ആ വാറണ്ടി പീരീഡ് തീർന്ന് ആ ഉപകരണം ഓബ്സൊലീറ്റായി അത് വീണ്ടും പ്രവർത്തിക്കാൻ ഇത് ആരോ രൂപക്കത്ത് എഴുതി മന്ത്രിക്കോ PSനോ മറ്റോ എഴുതി അയച്ചു. ഉടനെ ഒരു ടീമിനെ വിളിച്ച് അവിടെ പരിശോധന ചിലപ്പോൾ ഉപകരണം നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും മേധാവിയായിട്ട്. പിന്നെ കാണുന്നത് ഈ ഫയലിൽ വരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് മേധാവി താഴെയുള്ള എല്ലാവരെയും സസ്പെൻഷൻ. ഒരു കോംപ്ലക്സ് ലബോറട്ടറി, ഇപ്പൊ നമ്മൾ ആ ഒരു ടെക്നിക്കൽ ലബോറട്ടറി എന്ന് പറയുമ്പോഴേക്കും ഒരു ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞ കൊല്ലം ഓർഡർ ചെയ്തത് അവിടെ ഇരുന്ന് പോയി എന്നുള്ളത് ഒരു ലബോറട്ടറിയുടെ സ്കീം ഓഫ് തിങ്സിൽ ഒരു ചെറിയ കാര്യമാണ്. അത് ലാബിൽ വർക്ക് ചെയ്ത ഒരാളിനെ മനസ്സിലാവും. ഞാൻ ബയോടെക്നോളജി, ബയോഫിസിക്കൽ ലാബുകളിൽ സ്വന്തമായി ജോലിയെടുത്ത് വന്നതാണ്. അപ്പം ജസ്റ്റ് ഒരു അറ്റോമൈസറോ ഇരുന്ന് പോയി അതിന്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞു പോയി, അതുകൊണ്ട് അത് റിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഒരു 20,000 രൂപ വേണം. 20,000 രൂപ 4 പേരുടെ എന്ന് ഓർഡർ കിട്ടാൻ യു ആർ കില്ലിംഗ് ആൻ എൻറ്റയർ എന്റർപ്രൈസ്. അവർക്ക് വാണിംഗ് മറുവശം ഇങ്ങനെ ഒരു പരാതി വന്നിട്ട് ആ പരാതികൾ നടപടി എടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥന് പക്ഷപാതം കാണിക്കുന്നു, ഇത് ഉദ്യോഗസ്ഥൻ പങ്കുണ്ട് എന്നൊക്കെ വിമർശനം എല്ലാ ഗവൺമെന്റ് ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞ റിട്ടയർ ചെയ്ത ഒരു അഡീഷണൽ ആയിട്ടുള്ള കേസ് ഞാൻ കൃഷി ഓഫീസിലെ എന്താണെന്ന് അയാൾ ഈ കണ്ടിജൻസി ബില്ലിൽ ഫണ്ട് ഡ്രോ ചെയ്ത് ബെനിഫിഷ്യറിക്ക് കൊടുക്കാനായിട്ട് 30 ദിവസത്തിനെ കൊടുക്കുന്നതായിരുന്നു 40 ദിവസമായി അല്ലെങ്കിൽ 60 ദിവസമായി. പലപ്പോഴും ഇയറിലൊക്കെ സംഭവിക്കും. അപ്പൊ ബെനിഫിഷ്യറിക്ക് കിട്ടിയ ഡേറ്റ് കൃഷിയിൽ നിന്ന് മാറിയ ഡേറ്റ് ഇത് രണ്ടും വെച്ചുകൊണ്ട് ഏതോ ഒരു ഓഡിറ്റർ റിപ്പോർട്ട് അയക്കുകയാണ്. അപ്പൊ 30 ദിവസം പരീക്ഷ ഇയാൾ ഇയാൾ വിരമിച്ചിട്ട് വർഷം 5 ആയി. ഇയാൾ വീട്ടിലോട്ട് റവന്യൂ റിക്കവറി നോട്ടീസ് അയക്കാനാണ് നിർദ്ദേശം. ഞാൻ പറഞ്ഞത് ലീഡാക്കണ്ട. അത് ലീഡാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങൾ ലീഡാക്കാൻ പോകുന്നത്? 40,000 നമ്മുടെ പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ കൃഷി ഓഫീസറുടെ പവർ ബില്ല് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഇതിനേക്കാൾ കൂടുതൽ തുക വേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ അറിയില്ല, അത് എന്താണെന്ന് എനിക്കറിയില്ല. മലയാളികളെ ചെറിയ മനുഷ്യരാണ്. ഞാൻ സോറി ടു മേക്ക് ദിസ് സ്റ്റേറ്റ്മെന്റ്, റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഞാൻ കുറെ കണ്ടതുകൊണ്ട് ഈ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ആളുകളെ ഉപദ്രവിക്കുന്നില്ല. അതിന്റെ ഒരു ഗ്രാവിറ്റിയോട് കൂടിയിട്ട് പിന്നെ അത് ആ കണ്ടക്സ്റ്റിൽ ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ കേന്ദ്ര സർവീസ് ഇരിക്കുമ്പോഴാണ് ഈ കേന്ദ്രത്തിലെ വർക്ക് സ്റ്റൈലിനെ വിമർശിച്ചുകൊണ്ട് ഓപ്പൺ മാഗസിനിൽ ഒരു ലേഖനം. ഞാൻ സർവീസിലെ വേണമെങ്കിൽ ഞാൻ തന്നെ വിളിച്ച് തുലയ്ക്കാൻ വരും. മൻമോഹൻ സിംഗ് 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ യൂണിയൻ പേഴ്സണൽ സെക്രട്ടറി വിളിച്ചു. ശാന്തനൂർ കോൺസുൽ എന്നെ വിളിച്ചു. സർവീസിലെ ഞാൻ എന്നെ യൂണിയൻ പേഴ്സണൽ സെക്രട്ടറി വിളിക്കുകയാണ്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. Son, please meet me sometime. You come to North South Block and North Block Development. ഞാൻ വൈകുന്നേരം തന്നെ വിളിച്ചു. മേശപ്പുറത്ത് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് ഞാൻ എഴുതിയ ഓപ്പൺ വാരികയുടെ കോപ്പി കിടക്കുന്നത് ഈ കാര്യം മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്നെ കംഫർട്ടബിൾ ആക്കി ഒരു കപ്പ് കോഫിയൊക്കെ തന്നു. എവിടെയാണ് വരുന്നത്? അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന അഗ്രികൾച്ചർ. ഓക്കെ, വെരി ഗുഡ്. എന്തൊക്കെ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് മാഗസിൻ എടുത്ത് തോന്നിട്ട് എന്ന് ചോദിച്ചു. ഞാൻ യാതൊരു കാര്യത്തിനും കൂടെ അത് പറഞ്ഞു. യെസ്, ഐ റോട്ട് ഇറ്റ് ആൻഡ് ഐ ആം ഹാപ്പി ദാറ്റ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ്. Don't you feel that you have criticized the workers of the government of India? It can be taken as a criticism, but in a positive sense that we should improve it. അത് പറഞ്ഞു. ശാന്തനൂർ കൗൺസിൽ ഞാനിങ്ങനെ വിളിക്കാം. അപ്പൊ എനിക്കറിയില്ല എന്താണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനിപ്പോ കോച്ചുകളെ കേരളത്തിലാണെങ്കിൽ അപ്പോഴേ കോച്ചായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ മനുഷ്യരായിരുന്നു. ഈ വലിയ മനുഷ്യൻ സെക്രട്ടറി വളരെ രസകരമാണ് പറയാൻ. I must confess, though there are games, I thoroughly enjoy it. You should make more. But I advise you, because government is a tough place, please use a pseudonym. And when you write the piece, send me a copy in private. I would like to read it also. You are a good writer. ഇത്രയും സീനിയർ ക്യാബിനറ്റ് സെക്രട്ടറിയോടും സീനിയോറിറ്റിയോടെ മനുഷ്യൻ വന്ന് എന്നെ സ്റ്റോപ്പ് ചെയ്തത്.
അതാണ് വ്യത്യാസം. അത് ശരി. അപ്പോഴാണ് ഇതിനകത്ത് സസ്പെൻഷൻ ഉണ്ടെങ്കിൽ വിവാദങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. സസ്പെൻഷനോട് നിന്ന് എഴുതിയിരിക്കുന്നത് ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്ന ഒരു ദുശീലമുണ്ട്. അങ്ങനെ എഴുതി വരുമ്പോൾ ഇയാൾ സർക്കാരിനെ വിമർശിച്ചായി നമ്മൾ സംശയിക്കുന്നു. ഇയാളെ വെറുതെ വിട്ടാൽ ഇയാൾക്ക് ഭാവിയിൽ വിടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തേക്കാം. ഇയാൾ മുഴുവൻ സമയം വീട്ടിൽ ഇത് വായിച്ചാൽ യു വിൽ ഫീൽ സോറി ഫോർ ദ റൈറ്റർ ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് യൂണിയൻ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു IAS ഓഫീസറെ ഫിനിഷ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ അധികാരമുള്ള ആളാണ്. ഞാൻ അന്നെഴുതിയ ആർട്ടിക്കിൾ ഇതിനേക്കാൾ ഡയറക്റ്റ്ലി ക്രിട്ടിക്കലായിരുന്നു. അത് ഓപ്പൺ പോലെ ഡൽഹിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു മാഗസീൻ, അതിനാണ് ശത്രു കൗൺസിൽ പറയുന്നത്. ഈ ഇതൊക്കെ ഇംഗ്ലീഷ് എഴുതാനെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. മനസ്സിലാക്കില്ല. ഒരു സംഗതിയാണ് അത് ഞാൻ പറഞ്ഞ. സി വി ഹാവ് reduced ourselves to be much smaller than we should be എന്നുള്ളതാണ് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ ക്രിറ്റിസിസം എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പരിധി വരെ ഒരു സൈക്കോസിന്റെ ലക്ഷണമാണ്. ഐ എം ഇൻഫോളബിൾ എന്നല്ലേ പറയുന്നത്. ഐ എം ടോട്ടലി ഇൻഫോളബിൾ. പിന്നെ വേറൊരു കാര്യം, ഞാൻ യു ആർ എ ജേർണലിസ്റ്റ്, ഞാൻ അറിയാൻ ഇപ്പൊ കേരളത്തിൽ ഉള്ള ചീഫ് മിനിസ്റ്റർ does not take any interviews meaning critical invasive questions. പലരും അതിന് തയ്യാറല്ല ഇപ്പൊ. പക്ഷെ ഈ ശബരിമല ഇൻസിഡന്റിലും ഈ കേരളയിൽ പുരോഗമിച്ചപ്പോൾ സപ്പോസ് ഹി വാസ് സബ്ജക്ട് ടു സ്ക്രൂട്ടിനി, കേരളത്തിലെ മിടുക്കരായ ജേർണലിസ്റ്റുകൾ അദ്ദേഹം പറയുന്നതിലെ ദൗർബല്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം സിസ്റ്റത്തിൽ വന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരുത്താനുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്യില്ലായിരുന്നു. വളരെ ശരി അല്ലേ? വാസ്തവത്തില് ഈ മീഡിയ ഏറ്റു നിർത്തുന്നതും മീഡിയയുടെ ക്രിറ്റിസിസം ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണ് ഞാൻ കാണുന്ന ഈ സർക്കാർ. മീഡിയയെ മാറ്റി നിർത്തുന്നത് ഏറ്റവും ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്, കാര്യങ്ങൾ ഒളിക്കാനുള്ള ആൾക്കാരാണ്. എനിക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനോട്ട് എപ്പോൾ വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് അറിയില്ലാന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അതൊരു കുറവായിട്ട് എന്തിനു കാണും? എനിക്കെല്ലാം അറിയാം ഞാൻ എന്തിനു വിചാരിക്കണം? ഇവിടെ ലൈൻ പോലെ സിൽവർ ലൈൻ പോലെയുള്ള ടെക്നിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ അതിന്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസർക്ക് പോലെ ആ പ്രോജക്റ്റിന്റെ എല്ലാ വിശദാംശവും അറിയും. ഇപ്പൊ ഇസ്രോ, എന്റെ ഭാര്യ ഇസ്രോയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, ഒരു കോംപ്ലക്സ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. ചെയർമാൻ ഇസ്രോയ്ക്ക് ആ സാറ്റലൈറ്റിന്റെ പവർ പാനലുകളെല്ലാം ഏത് ആംഗിളിൽ ഇരിക്കുന്നു, അത് എത്ര വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യും, അതെങ്ങനെയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അതിന്റെ എനർജി, അതിന്റെ ഹാർട്ട് ഓഫ് ദ ടെക്നോളജി, അതിന്റെ ചീഫ് ടെക്നോളജി ഡിസൈനേഴ്സിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല. അവർ അപഗ്രഥിക്കും. പക്ഷേ ഈ ഓരോ ഇലക്ട്രോണിക് സർക്യൂട്ട് ഇസ്രോ ചെയർമാൻ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല, അത് ടെസ്റ്റ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കലുള്ള ആൾക്കാരായിരിക്കും. അതിൽ ഓരോന്നിനും അതിന്റെ ചീഫ്സ് ഉണ്ട്, അതിന്റെ ഗ്രൂപ്പ് ഡിസൈനേഴ്സ് ഉണ്ട്. Overview is important. And from his experience, ഡിസൈനകത്ത് എന്തെങ്കിലും ഒരു ഫ്ലോയോ അല്ലെങ്കിൽ കാര്യമോ ഉണ്ടെന്നുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻ അദ്ദേഹം ഇംപ്രൂവ് ചെയ്യും. അല്ലെ, ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് സ്പെഷ്യലിസം എടുത്തിരിക്കുന്ന ചെയർമാൻ ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ടറി ഡിസൈനിന്റെ കാര്യത്തിൽ അയാൾ ഇൻഡെപ്തിലാണ്. അതേസമയം അതിനെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഏകദേശ രൂപമേ കാണുകയുള്ളൂ. ഇതിപ്പം നമ്മൾ വിമാനത്തിൽ കയറുമ്പോൾ ഈ കമാൻഡ് ചെയ്യുന്ന പൈലറ്റിന് ഈ പ്ലെയിനിന്റെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഏകദേശ രൂപമുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് മാനുഫാക്ചർ ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഡിസൈൻ സ്പെഷ്യലിസ്റ്റ് വന്നേ അത് ഫുൾ ഔട്ട് ചെയ്യാൻ പറ്റും. സത്യത്തിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ടെക്നോളജീസിനെ അതിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ലോകമൊക്കെ നമുക്ക് അപരിചിതമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ HVDC ലൈൻ ഉടുപ്പി തൃശ്ശൂർ വടക്കത്തെ ലൈൻ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ഹിറ്റാച്ചി ആയിരുന്നു മെയിൻ കോൺട്രാക്ടേഴ്സ്. ജാപ്പനീസ് എഞ്ചിനീയേഴ്സ് ആണ് കോയമ്പത്തൂർ ബാംഗ്ലൂരിൽ ബേസ് ചെയ്ത് ലൈനിന്റെ ഡെവലപ്മെന്റ് മൊത്തം ചെയ്തു. അവര് ഹിറ്റാച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇലക്ട്രിക്കൽ ഡിസൈൻ, കണ്ടക്ടിവിറ്റി ഡിസൈൻ കൈകാര്യം ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണ്. ഈ കോവിഡ് സമയത്ത് അവരുടെ പോയി അവർക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് ജപ്പാനിൽ പോയത്. ആരും തിരിച്ചു പോയില്ല. 4 പേര് ഇവിടെ നിന്ന് പ്രോജക്ട് തീരുന്നവർ 1.5 വർഷം അവര് ഇവിടെ വന്ന് കുറച്ച് മാസത്തേക്ക് വന്നതാണ്. ഇവിടെ ക്യാമ്പ് ചെയ്ത് 1.5 കൊല്ലം. കാരണം വർക്കേഴ്സിനെ കിട്ടാതെ പ്രോജക്ട് തീരുന്നവരെ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് തീർത്തിലാണ് അവർ പോയത്. അവരെ കമ്പനി മൂവ് ചെയ്യുന്നതെല്ലാം തന്നെ സ്പെഷ്യൽ എയർക്രാഫ്റ്റ് ആണ്, ചെറിയ സംഗതിയല്ല. അപ്പൊ ഇവരുമായിട്ടെല്ലാം വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഈ സിൽവർ ലൈൻ കോറിഡോർ പ്രോജക്ട് നമുക്കൊരു ചെറിയ പ്രോജക്ട് ഇവരെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ ചീഫ് എക്സിക്യൂട്ടീവ് ടു അണ്ടർസ്റ്റാൻഡ് എവറി നട്ട് ആൻഡ് ബോൾട്ട്. അതിന് ആവശ്യമില്ല. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഈ ഡിസ്കോഴ്സിലൂടെ. ഡിസ്കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സർ, ഐ ഹാവ് എ കൗണ്ടർ തോട്ട് എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറാണ്. നോ, ഒരു ചോദ്യമില്ല, എനിക്കെല്ലാം പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാ, ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ അത് ആ ചോദ്യം ഇല്ല എന്ന് പറയുന്ന ആളുടെ തെറ്റുമാണ്. എനിക്കൊരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് കൊല്ലക്കാരെ കുറിച്ച് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കടയിൽ സംഭവിച്ചു.
കേരളത്തിൽ എല്ലായിടത്തും ചോദ്യങ്ങളില്ലാതെ മുന്നേറിക്കൊണ്ടിരുന്ന മുഖ്യമന്ത്രി കൊല്ലത്തെ കൊല്ലത്തെ പ്രശ്നമില്ല. എനിക്ക് പരിചയമുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഞാൻ ഈ മാധ്യമത്തിലൂടെ അവർക്ക് ഒരു അഭിവാദ്യം അർപ്പിക്കുകയുണ്ട്. ആരെ ചോദിച്ചെന്ന് എനിക്കറിയില്ല. ഇത് മോശമാണ് ഇത് മോശമാണ്. ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ അവസരം തരാതെ മോശമാണ്. ഒരു ചെറുപ്പക്കാരൻ റിപ്പോർട്ടർ എഴുന്നേറ്റ് ഷൗട്ട് ചെയ്തു. നിങ്ങൾ ജേർണലിസ്റ്റിന് വല്ല സ്വദേശാഭിമാനി അവാർഡ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ പോകണം. ബിക്കോസ് he made a very very important statement. ഇത് ജേർണലിസ്റ്റിനെ ആൻസർ ചെയ്യണോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ഇഫ് യു വെയർ ടേക്കിംഗ് ക്വസ്റ്റ്യൻസ് യു വുഡ് ഹാവ് കമ്മിറ്റഡ് ലെസ് മിസ്റ്റേക്സ്. നമുക്ക് തോന്നും നമ്മൾ ചെയ്തേക്കുന്ന എല്ലാത്തിലും അതായത് ഈ ഒരു മോമെന്റ് അൺഫോർച്ചുനേറ്റ്ലി ഗ്രേറ്റ് റെസ്പെക്ട് ആൻഡ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. അദ്ദേഹത്തിന് തിരുത്താൻ കഴിയില്ല. ഒരു ചോദ്യത്തിനും അദ്ദേഹത്തിന് ഒരു തോട്ട് സ്പാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ സംഭവിക്കുമെന്ന് പറ്റുന്നു? ഒരു ക്ലോസ് കോട്ടറി ഓഫ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ അതിലിപ്പോ എനിക്ക് ജോണിന് ഇഷ്ടമാണ്, അപ്പൊ ജോൺ പറയുന്ന എല്ലാ കാര്യത്തിനും ഞാൻ സ്വീകരിക്കും. എന്നിട്ട് ഞാൻ പോയി പ്രവർത്തിക്കുമ്പോൾ അബദ്ധമായി കഴിയുമ്പോൾ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, തിരികെ വരുന്നു, എനിക്ക് ആവശ്യം വരും. ഈ സൈക്കിളിലാണ് ചെറുകിടിക്കുന്നത്. ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് മൂന്നാമത് ഒരു തുറന്നു പറഞ്ഞ് കിട്ടുമായിരുന്നു ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ certainly കേരളം would have been a much more happier place. Satisfaction levels would have been higher. ആർക്കും സ്ഥിരമായിട്ട് മരിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ certainly there would have been more scope for satisfaction. കുറച്ചുകൂടി ഭംഗിയായിട്ട് പോകാമായിരുന്നു. എന്തായാലും താങ്കൾ ഈ സസ്പെൻഷനേറ്റ് വീട്ടിൽ ഇരിക്കുകയാണ്. പിണറായി വിജയൻ 4-ാം തീയതി കഴിയുമ്പോൾ ജനങ്ങളുടെ ഞാൻ സംശയം അല്ല, ഒരു ജനവിധി കാണാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കണ്ടിട്ട് പറഞ്ഞാൽ അറിയാം, എന്നാലും കണ്ടിട്ട് പറഞ്ഞാൽ ശരിയല്ല. കണ്ടിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരള മാറ്റത്തിലേക്കാണ് പുതിയൊരു ഗവൺമെന്റ് പിന്നെ 2 ആഴ്ചക്കുള്ളിൽ കേരളത്തിൽ അധികാരം വെക്കും. അത് കേരളത്തിന് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തനിക്ക് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ ശ്രീ പിണറായി വിജയൻ ചെയ്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം ആലോചിച്ച് നോക്കുക, അടുത്ത 3-5 വർഷം അദ്ദേഹം എന്താണ് പുതുതായിട്ട് ചെയ്യാൻ പോകുന്നത്? സിൽവർ ലൈൻ നടക്കുന്നില്ല. പുതിയൊരു പ്രോജക്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? എന്തെങ്കിലും പുതിയത് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഈ മാനിഫെസ്റ്റോ നോക്കിയാൽ തന്നെ ഹൈവേ പണിത് കഴിഞ്ഞു, നാഷണൽ ഹൈവേ അതോറിറ്റി അത് പൂർത്തീകരിക്കും. ഇത് കൂടാതെ എന്തെങ്കിലും ഇന്റർവേറ്റീവായിട്ട് കേരളത്തെ ഒരു പ്രത്യേക ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള യാതൊന്നും ഞാൻ ആ മാനിഫെസ്റ്റോ കണ്ടില്ല. അപ്പൊ പുതിയൊരു ടീം അറ്റൻഡ് ചെയ്യുന്നത് നല്ലത്. അപ്പൊ അതൊക്കെ നമുക്ക് എന്തായാലും താങ്കൾ സിവിൽ സർവീസ് തന്നെ തുടരുന്ന നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. പ്രത്യേകിച്ച് സ്റ്റേറ്റിനും. കാരണം താങ്കൾ സിവിൽ സർവീസിന് പുറത്തു പോയാൽ താങ്കൾ ഇതിനേക്കാളേറെ സർക്കാർ എന്തിനാക്കണമെന്നുണ്ട്. സർക്കാരിന്റെ തെറ്റുകൾക്കില്ലേ. അപ്പൊ അതുകൊണ്ട് താങ്കൾ സിവിൽ സർവീസിനെ തുടരുക. ഉള്ളിൽ നിന്നുകൊണ്ട് താങ്കളുടെ ഫൈറ്റ് എന്താ പറഞ്ഞാൽ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് സിസ്റ്റം നന്നാക്കാൻ വേണ്ടി ഭരണാധികാരികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. അല്ല, എന്റെ ഒരു പേഴ്സണൽ അംബിഷൻ ജോൺ ഇപ്പൊ എക്സാക്ട്ലി പറഞ്ഞതാണ്. അതായത് അടുത്ത എനിക്ക് 7 വർഷം സർവീസ് ഉണ്ട്. 7 വർഷം കേരളത്തിനോട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നുണ്ട്. കാരണം കേരളം പല കാര്യങ്ങളിലും ഒരു ടേക്ക് ഓഫ് സ്റ്റേജിലാണ്. നമ്മൾ ഡെസ്പോണ്ടന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കേരളത്തിൽ തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റും, വ്യവസായം കൊണ്ടുവരാൻ പറ്റും. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലകളും ഇന്ത്യയിലെങ്കിലും ഏറ്റവും മികച്ചതാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒട്ടേറെ ആധുനികവൽക്കരിക്കണം. നമ്മുടെ ഈ കാലാകാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന പല മത ന്യായങ്ങളും കാലഘട്ടങ്ങളുടെ ആശയങ്ങൾ നമുക്ക് ഷെൽവ് ചെയ്യണം. ചെറുപ്പക്കാർ അധികാരത്തിലേക്ക് വരണം. ഇനി എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ എന്റെ പ്രായം 53 ആയതുകൊണ്ട് ഞാൻ പറയുന്നത് 40-കാരും 50-കാരും കുറച്ച് 60-കാരും ആകാം. ലോകത്ത് എല്ലായിടത്തും ഇപ്പൊ 40-45 വയസ്സുള്ള JD വാൻസ് US വൈസ് പ്രസിഡന്റ് എത്ര പ്രായം? ഇതെല്ലാം ചെറുപ്പക്കാരില്ലേ? ഇംഗ്ലണ്ടിൽ ഇച്ചിരി പ്രായമുണ്ട് ഇയാൾക്ക്. പഠിപ്പിക്കുന്ന സ്റ്റാഫൊക്കെ കുറച്ച് പ്രായമുണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ലോകത്തെമ്പാടും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെപ്പേർഡ് വിത്ത് ഒരു എന്താണ് ഗ്രേ ആൻഡ് വൈറ്റ്. ആ സ്റ്റേജിലുള്ള 45-50 ഈസ് ടു ഓൾഡ് എന്നുള്ള മട്ടിലാണ് ലോകത്ത് കൈകാര്യം ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്റെ വിനീതമായ ഈ 82 വയസ്സായ ആള് നിയമസഭയിൽ മന്ത്രിസഭയിൽ ഞാൻ കേരള മുദ്ര എന്താ സംഭവിച്ചെന്നറിയാം. 2 പാർട്ടുള്ള ആർട്ടിക്കിളാണ്. ഫസ്റ്റ് പാർട്ട് പബ്ലിഷ് ചെയ്തു, സെക്കൻഡ് പാർട്ട് കേരള മുദ്ര ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഞാൻ വിളിച്ചു ചോദിച്ചു, പറഞ്ഞ് 80,000 പരാതിപ്പെട്ടത്. ഞാൻ ചോദിക്കട്ടെ, 55-60 വർഷം പബ്ലിക് ലൈഫിൽ ചെലവ് ഈ രഹസ്യങ്ങളെയാണ് ഞാൻ രഹസ്യമിച്ചാൽ ഇവരൊക്കെ ജനിച്ചത് 40-44-ലാണ്. എന്റെ അച്ഛൻ ജനിച്ചത് 40-ലാണ്. 40-ലാണ്. അപ്പൊ ഏജ് ഗ്രൂപ്പിനെ എനിക്ക് അറിയാം. അവരുടെ ആരോഗ്യ കാര്യങ്ങളുമില്ല. അവരെ നമുക്കൊരു ഊഹമുണ്ട്. അവർ പലരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ആക്ച്വലി 8 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി 4 വയസ്സിൽ പറഞ്ഞു ചേർത്തു. അവർക്ക് 85 വയസ്സുണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന റെക്കോർഡിൽ 81 വയസ്സുള്ള പലർക്കും 84-85 വയസ്സുണ്ട്. അവർ 90-ാം വയസ്സിൽ നിയമസഭയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഞാൻ എന്ത് ചട്ടം ലംഘിച്ചാലും വേണ്ടില്ല. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് വേണ്ടി പറയുക,
75 ശേഷം വന്ന് നിൽക്കുന്നവരെ കണ്ണു മൂടി നോക്കുക. കേരള ലിറ്ററേറ്റിനോട് ഞാൻ പറയാം, എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ജീനിയസോ ഒരു വലിയ പ്രഗത്ഭനോ വലിയ സാഹിത്യകാരനോ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഓടും. 75 കഴിഞ്ഞേച്ച് വീട്ടിൽ ഞാൻ MLA ആവാം, കണ്ണ് കാണാൻ പാടില്ലെങ്കിൽ ഞാൻ മന്ത്രിയാവാം, വഴി കുത്തി പിടിച്ച് ഞാൻ പിന്നെ മന്ത്രിസഭയിൽ പോയിരിക്കാം. ഇതിനാണ് ഇവരുടെ മെഡിക്കൽ പേഴ്സണൽ എടുത്തിട്ടുണ്ടോ? ശരാശരി 2 മുതൽ 5 കോടി രൂപ വരെ ഒരു ടേമിൽ കൺസ്യൂം ചെയ്യും. ഇതിനാണ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അല്ല അവിടുത്തെ പ്രശ്നം. പകുതി ദിവസം ആശുപത്രിയില്ല, പകുതി ദിവസം ആശുപത്രിയിലാണ്, പലർക്കും അറ്റൻഷൻ സ്പാൻ ഇല്ല. ഒരുപാട് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. 1/2 മണിക്കൂർ ബാത്റൂമിലേക്ക് പോകാതെ യോഗത്തിൽ ഇരിക്കാൻ വയ്യ, ഇൻകോണ്ടിനന്റ് ആണ്, അല്ലെങ്കിൽ ഡയപ്പർ ഇടണം. കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ കേരള മന്ത്രിസഭയിലുണ്ട് ഇവിടുത്തെ കാര്യം തന്നെ പലപ്പോഴും പല സ്റ്റേജിൽ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് എത്ര പിടിപ്പുള്ള ബ്യൂറോക്രസി ചീഫ് സെക്രട്ടറി കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ചീഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ഫിറ്റായിരിക്കും. ഫിറ്റ്നസ് നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു വരുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 80 പേര് ദയവ് ചെയ്ത് പറഞ്ഞ് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവാണ്. ഇതിപ്പോ ഒരു സ്പെസിഫിക് ടേം അല്ല. ഇതെല്ലാം ഏത് പാർട്ടിയിലുള്ളവരും ഇത്തരത്തിലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് അത് കൊള്ളുമെന്ന് നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ ജീവിതം എന്തായിരുന്നു, നിങ്ങളുടെ ചെറുമക്കളുടെ പ്രായത്തിൽ കുട്ടികളോടൊപ്പം ആഹ്ലാദകരമായിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഏജൻസി എക്സെപ്ഷണൽ കേസിൽ പക്ഷേ BS-82 ഓഫീസ് കണ്ടത്. അതൊരു വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം ഈ ഞാൻ പറയും ഫിറ്റ്നസ് ആണ് സ്റ്റാൻഡേർഡ്. BS-ന്റെ ജീവിതചര്യ മറ്റ് ഏതെങ്കിലും വ്യക്തിക്ക് കോപ്പി ചെയ്യാനായിട്ട് ഒക്കത്തില്ല, ദുർമേധസ്സില്ല, ഭയങ്കരമായ ആരോഗ്യം. പക്ഷെ ഭയങ്കര മോർബിഡിറ്റിയാണ്, വളരെ മോർബിഡാണ്. പിന്നെ ചലനത്തിന് പ്രശ്നങ്ങളുണ്ട്, സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടെങ്കിൽ അസിസ്റ്റന്റ് എനിക്കാരെ ടീച്ച് ചെയ്യാൻ താല്പര്യം. ഞാൻ പൊതുതത്വം പറഞ്ഞ പൊതുതത്വത്തിൽ മന്ത്രിമാരായി കഴിഞ്ഞിട്ട് ആരോഗ്യം പോകുന്ന ഇപ്പൊ ചില പാർട്ടികളിലൊക്കെ ഉണ്ടല്ലോ 75 ശേഷം പ്ലീസ് ബി ഇൻ അഡ്വൈസോറിയൽ പൊസിഷൻസ്, ഡോണ്ട് ഗോ ടു ലോ മേക്കിംഗ്. അങ്ങനെ ചില പാർട്ടികളിലൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റാൻഡേർഡ്. 75 80 ശേഷം വന്നിരിക്കുന്ന ആൾക്കാരെ വോട്ടേഴ്സ് ഷുഡ് പൊളൈറ്റ്ലി ടെൽ ദം ഗ്രാൻഡ് പ്ലീസ് ഗോ ഹോം, ദിസ് ഇസ് നോട്ട് യുവർ ടർഫ്. ഇത് ഒഴിവാക്കും. ഇവിടെ എന്താന്ന് തോന്നില്ലേ, ഇത് ബെനിഫിറ്റ്സ് ഫോർ എ ഡേ. Okay, thank you. Thank you so much.